പോത്തുംകാലം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർമ്മ വരിക വയനാടാണ്. വയനാട് നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് നമ്മൾ കേരളത്തിന് മൊത്തം ഒന്ന് ട്രെൻഡായിട്ട് മാറിയത്. ഇപ്പൊ ഒന്ന് നിന്നിട്ടുണ്ടെങ്കിലും വയനാട് വന്നു കഴിഞ്ഞാൽ ഈ സാധനം സുലഭമായിട്ട് ലഭിക്കും കേട്ടോ. കൽപ്പറ്റക്കടുത്ത് പിണങ്ങോട് മൂരിക്കാപ്പിലാണ് ഇത് കിട്ടുക. മൂരിക്കാപ്പ് റിസോർട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് മൂരിക്കാപ്പ് ഹോംലി ഫുഡ് വരുന്നത് കേട്ടോ. ഇവിടെ മെയിൻ ആയിട്ട് കിട്ടുന്ന ഐറ്റംസ് പോത്തുംകാലാണ്. ഇത് കൂടാതെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിനൊക്കെ നാടൻ ഫുഡുകളൊക്കെ ഇവിടെ അവൈലബിൾ ആട്ടോ. ഏറ്റവും ബെറ്റർ അവിടെ വിളിച്ചിട്ട് പോകണം നല്ലത്. നമ്മൾ ഓർഡർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ എടുത്തു വെക്കും. അങ്ങനെയാണ് ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യലുണ്ടോ. നമ്മൾ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാൾക്കുള്ള ഫുഡാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനനുസരിച്ചുള്ള പോത്തുംകാല നമുക്ക് അവിടുന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മസാലയോട് കൂടിയിട്ടുള്ള പോത്തുംകാല കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പൊറാട്ടയും ടയർ പത്തിനും നെയ്ച്ചോറും ലെമൺ ജ്യൂസൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ. ഞങ്ങൾ വരുമ്പോൾ അവരിങ്ങനെ സാധനങ്ങളൊക്കെ തയ്യാറാക്കി കണ്ടിരിക്കുന്നു. നമുക്കത് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കത്തി തരും. അതുകൊണ്ട് അടർത്തിട്ട് കഴിഞ്ഞാൽ മൊത്തം ക്ലീൻ ആക്കിയതിന് ശേഷം പിന്നെ ഇതിനുള്ള മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ മജ്ജെടുക്കലാണ്. അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് എല്ലാവരും കാലും അങ്ങനെ അത് മുട്ടാൻ വേണ്ടിയിട്ട് ഒരു മുട്ടി അവിടെ കൊടുന്നു വെക്കും കേട്ടോ. പിന്നെ അതിൽ നമ്മൾ എടുത്ത് മുട്ടി കഴിഞ്ഞാൽ ഈ ഒരു മജ്ജ കേട്ടോ. അത്യാവശ്യം നല്ല പോലെ നമുക്ക് മജ്ജ കിട്ടിയിട്ടുണ്ടായിരുന്നു. സാധാരണ എനിക്ക് മജ്ജ കഴിക്കാൻ നല്ല ഇഷ്ടമുള്ള ആളാണ്. പക്ഷേ ഇത് കുറച്ച് നെയ്യ് കൂടിയോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എനിക്ക് കൂടുതലൊന്നും കഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ.